ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലിപ്സ്റ്റിക് വീഡിയോയ്ക്ക് ശേഷം അടുത്തതായിട്ട് പുതിയൊരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഇൻസ്റ്റയൊക്കെ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും എനിക്ക് ഇതിന്റെ റിവ്യൂസ് വരുമായിരുന്നു ഈ ഒരു പ്രോഡക്റ്റിന്റെ. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഇതൊന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാണ്. ഓക്കെ, അങ്ങനെ ഞാൻ വാങ്ങിയ പ്രോഡക്റ്റാണ് ഫോക്സെയിലിന്റെ ഈ ഒരു സൺസ്ക്രീൻ. അപ്പം എന്താണ് ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണിത് വന്നിട്ടുള്ളത്. സോ ഇതാണ് പാക്കേജിങ്ങിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു സൺസ്ക്രീൻ. ഞാൻ ആക്ച്വലി രണ്ട് ഫോക്സെയിലിന്റെ സൺസ്ക്രീൻ വരുന്ന ഒരു കോംബോ പാക്കായിരുന്നു വാങ്ങിയത് കേട്ടോ. അപ്പം ഈ ഒരു സൺസ്ക്രീൻ ഉണ്ട് ഈ പാക്കറ്റിൽ. എന്നാൽ ഇങ്ങനെ ഒരു ബിസ്കും പേപ്പറും ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇവർ പറയുന്നത് വെച്ചിട്ട് നമുക്ക് സ്കിന്നിന് ഡിഫറൻസ് കാണും. ഡേ 1 തന്നെ എന്താണ് ഒരു സൺക്ലിസ്റ്റ് ഗ്ലോ, ഡേ 5 ആകുമ്പോഴത്തേക്കും ഗ്ലോ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിസിബിൾ ആയിട്ടുള്ള ടാനൊക്കെ കുറയും എന്നാണ് പറഞ്ഞത്. ഡേ 15 ആകുമ്പോഴത്തേക്കും പിഗ്മെന്റേഷൻ ആണെങ്കിൽ അത് കുറയും, സ്കിൻ ഗ്ലോ ആവും, കുറച്ചുകൂടെ ബ്രൈറ്റർ ആവും എന്നൊക്കെയാണ് ഈ പേപ്പറിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് പാക്കേജിങ് വന്നിട്ട്. ഇനി ഇതെങ്ങനെയാണ് നോക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാമേ. ഞാനിപ്പോൾ ഫേസിൽ മോയ്സ്ചറൈസറാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം ഞാനിപ്പോൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഇപ്പം ഞാൻ ഈ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. കണ്ണാടി നോക്കട്ടെ. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഈ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേസാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ലൈക്ക് ഒരു ചെറിയൊരു ഗ്ലോ. അതിൻ്റെ ഗ്ലോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇട്ട സമയത്ത് ഒരു ചെറിയ രീതിയിലുള്ളൊരു ഗ്ലോ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു പാക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ റിവ്യൂ എടുക്കുന്നത്. അപ്പം സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ, ഞാൻ എക്കോളജിക്കയുടെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്നും ഡിഫറൻറ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേത് ഞാൻ ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ വിയർത്തിട്ട് അത് പെട്ടെന്ന് പോകുമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയൊന്നും തന്നെ ഇല്ല. സോ ഇതെന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ എന്താണ് ഒട്ടും സ്റ്റിക്നെസ് ഇല്ല, പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് എന്താണ്, മൈക്ക് കാസ്റ്റ് തീരെയില്ല. ഇതുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു ചെറിയ രീതിയിലൊരു പൊടിക്കൊരു ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം എനിക്ക് പേഴ്സണലി ഈ പ്രോഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പറയുന്നത് തന്നെ എന്താണ് SPF 50 ഉണ്ട്, PA++++. ഒക്കെയാണ് ഇതിലുള്ളത്. വൈറ്റമിൻ സിയും നിയാസിനമൈഡും കൂടി അടങ്ങിയിട്ടുള്ള ഒരു എന്താണ് സൺസ്ക്രീനാണിത്. അപ്പം വാങ്ങുന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ കേട്ടോ.